പ്രിയമുള്ളവരെ, ഓരോ ദൈവാരാധനയും നമ്മൾ ഉണർന്ന് പ്രശോഭിക്കേണ്ട സമയമാണ്. വലിയ ഉണർവോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഉദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ് ദൈവാരാധനയുടെ സമയം. ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകനായ ബിജു ദാനിയൽ. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നാം ഈ രാത്രിയിൽ ശാലോം നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒന്നിച്ച് രാത്രിയിൽ ശാലോമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളാൽ ഈ രാത്രിയിൽ ദൈവം നമ്മളെ നിറയ്ക്കും. ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കൊക്കെയുള്ള ഒരു ചെറിയൊരു കുറവ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചാലും, എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചാലും, ഒരു ചെറിയ വീഴ്ചയോ പോരായ്മയോ കടന്നു വരുമ്പോൾ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. ആ ചെറിയ പോരായ്മയുടെ പേരിൽ, വീഴ്ചയുടെ പേരിൽ നമ്മൾ ഒത്തിരി ദുഃഖിതരായിത്തീരും. ഇപ്രകാരം എല്ലാ അനുഗ്രഹങ്ങളെയും മേന്മകളെയും മറന്നുകൊണ്ട് ദുഃഖിതരായി നിരാശരായി കഴിയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തിന്മ. കാര്യം, ദൈവം എപ്പോഴും നന്മയെ പ്രചോദിപ്പിക്കുന്നവനാണ്. പൗലോസ് ശ്ലീഹ നമ്മളെ അതാ പഠിപ്പിച്ചിരിക്കുന്നത്. തെസ്സലോനിക്കരുടെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 16, 17, 18 തിരുവചനങ്ങൾ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും എന്നെ സൃഷ്ടിച്ച എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പേരും രൂപവും നൽകിയ എൻ്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ്. ഞാൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി ശ്ലീഹ 5:42 പറയുന്നു, അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്. അവിടുന്ന് എല്ലാവരുടെയും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, സ്വഭാവം നോക്കിയിട്ടല്ല, ക്വാളിറ്റി നോക്കിയിട്ടല്ല, മേന്മ നോക്കിയിട്ടല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. നീ ആരായിരുന്നാലും ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നതിനാൽ നീ അനുഗ്രഹത്തിന് യോഗ്യനാണെന്ന് നിന്റെ ദൈവം തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഇല്ലേ? രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കും, വേദനകൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കും, കടഭാരങ്ങൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കും, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കും, ജപ്തി നോട്ടീസ് പിൻവലിക്കപ്പെടാൻ പ്രാർത്ഥിക്കും ഇല്ലേ? നല്ല വീട് കിട്ടാൻ പ്രാർത്ഥിക്കും, കാറ് കിട്ടാൻ പ്രാർത്ഥിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പ്രിയമുള്ളവരെ, ഇതെല്ലാം കിട്ടി, നിനക്ക് ശ്വസിക്കാൻ വായുവില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാത്ത കാര്യങ്ങൾ പോലും നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തരുന്ന, ഞാൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും എനിക്ക് വേണ്ടി സൃഷ്ടിച്ചൊരുക്കി വച്ചിരിക്കുന്നവനാ ദൈവം. ഓർത്ത് നോക്കിക്കേ, ആശുപത്രിയിൽ ICUയിൽ അഡ്മിറ്റ് ആവുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവച്ച് ഓക്സിജന്റെ സഹായത്തോടെ നമ്മളെ ശ്വസിക്കാൻ സമ്മതിക്കും. അവസാനം ഇറങ്ങിപ്പോരുന്നുണ്ടെ ബില്ല് എഴുതി വെക്കും, ഇത്ര ലിറ്റർ ഓക്സിജൻ ശ്വസിക്കാനായി ഉപയോഗിച്ചു. ഓരോ നിമിഷങ്ങളിലും നമ്മുടെ സ്വാഭാവികമായ ജീവൻ നിലനിർത്തുവാനായിട്ട് എത്രയോ ഓക്സിജൻ നമ്മൾ ശ്വസിച്ച് വെളിയിലേക്ക് വിടുന്നു. അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലൂടെ സോഡിയവും പൊട്ടാസ്യവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ഇതിന്റെ കണക്ക് നോക്കുന്നുണ്ടോ? എണ്ണിയാൽ തീരാത്ത നന്മകൾ എന്റെ ജീവിതത്തിന് വേണ്ടി ചൊരിഞ്ഞു വെച്ചിരിക്കുന്ന എന്റെ ദൈവത്തെ മറന്നുകൊണ്ട് കേവലമായ നഷ്ടങ്ങളുടെ പുറത്ത് ദുഃഖിതനായി തീരുവാനായിട്ട് എന്റെ ദൈവം എന്നെ അനുവദിക്കുമോ? ഇല്ല പ്രിയരെ.
നമുക്ക് വേണ്ടി അനേകം നന്മകൾ ഒരുക്കി വെച്ചാണ് ആ ദൈവം. നിനക്ക് സംഭവിച്ച നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായ നന്മകൾ കൊണ്ട് നിന്നെ നിറച്ചവൻ ആ ദൈവം. ആ ദൈവമായി ഈ രാത്രിയിൽ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ദൈവത്തിന്റെ വലിയ മഹോന്നതത്തെ നമുക്ക് ഓർക്കാം, അവന്റെ മഹത്വത്തെ ഓർക്കാം, അവൻ ചെയ്ത നന്മകളെ ഈ സമയം നമുക്ക് ഓർക്കാം. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ഞാൻ ഓർത്തിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചവൻ. പ്രിയമുള്ളവരെ, നമ്മൾ ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടുവാനായിട്ട് ഈ പ്രപഞ്ച സംവിധാനങ്ങളെ മുഴുവൻ ഒരുക്കി നിർത്തിക്കൊണ്ട് എന്നെ നിരന്തരം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവനായ ദൈവത്തെ നമുക്ക് വാഴ്ത്തിപ്പാടാം. എണ്ണിയാൽ എണ്ണമില്ലാത്ത നന്മകൾ എന്നിലേക്ക് ചൊരിഞ്ഞ എൻ്റെ ദൈവത്തെ ഓർത്തുകൊണ്ട് ഈ സമയം നമുക്ക് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ. എല്ലാവരും സ്വരമുയർത്തി യേശുവേ ഹല്ലേലൂയ. കരങ്ങളടിച്ച് അവന്റെ നന്മകൾ ഓർത്തുകൊണ്ട് നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാൻ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവ് കൊണ്ട് എന്റെ നാവൽ ചൊല്ലിടുവാനാ. ചെയ്യുന്നവൻ കൃപയോർത്ത് എന്റെ നാവൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതെ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ. കരങ്ങളുയർത്തിയടിച്ച് നിത്യസ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ യേശുവേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:16 തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനായി തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. എന്നെ സ്നേഹിച്ചവനായ എന്റെ ദൈവം അവന്റെ പുത്രനെ എനിക്ക് നൽകുവാൻ തക്ക വിധം സ്നേഹിച്ചവനായ ദൈവം സ്നേഹിച്ചു. സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ. സാധുവാകും എന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതെ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ കരങ്ങളുയർത്തി നിത്യസ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും.
സ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടാം. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. ചേർന്ന് വിളിക്കാം. യേശുവേ കുരിശിലാണ് രക്ഷ. ഗലാത്യർ 6:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവിടുത്തെ സ്നേഹം, കുരിശിലെ സ്നേഹം, ദൈവമേ അത്ര വലുതാണ്. ഞാൻ ഓർക്കുന്നു, കർത്താവേ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ. ഹല്ലേലൂയ. കാൽവരീതൻ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയും എന്റെ പ്രിയനേ. നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ. കാൽവരിയിലെ സ്നേഹം ഓർത്തുകൊണ്ട് സ്നേഹമോർക്കുമ്പോൾ കണ്ണുകൾ കണ്ണുകൾ നിറയും നിന്റെ പ്രിയനേ. നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവ് കൊണ്ട് എന്റെ നാവൽ ചൊല്ലിടുവാനാ. നിനക്ക് ഞാൻ സ്തോത്രം പാടൂ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവാനാ. കരങ്ങൾ ഉയർത്തിയടിക്കാം. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. കരങ്ങൾ ഉയർത്തി. യേശുവേ 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 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യന്റെ നാവ് കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കുന്ന കേവലമായ കാര്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ ജീവിതത്വം ശാശ്വതമായി നിലനിൽക്കുവാൻ ആവശ്യമായ ഉന്നതമായ കാര്യങ്ങൾ നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ നമുക്ക് വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കി വെച്ചവനാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, അവൻ ചൊരിയുന്ന നന്മകളെ നമുക്കൊരിക്കലും വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. നമ്മുടെ ഉള്ളങ്ങൾ അവന്റെ കൃപകൾ കൊണ്ട് നിറയണം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം എന്റെ സ്വന്തമാണെന്ന്, അവൻ എന്റെ ജീവനാണെന്ന്, അവൻ എന്റെ ശക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്നും എന്നെ അകറ്റുന്ന ലോകമോഹങ്ങളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും ഞാൻ വിമോചനം പ്രാപിക്കണം. അതിന് എൻ്റെ ഉള്ളിൽ കർത്താവിന്റെ ശക്തി നിറയണം. അവന്റെ ജീവൻ കൊണ്ട് ഞാൻ നിറയുന്നവനായി തീരണം. പ്രിയമുള്ളവരെ, വചനം ഇപ്രകാരം പറയുന്നു, മത്തായി 22:32, അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവന്റെ ജീവനാണ് നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10:10 ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുക, അത് സമൃദ്ധമായി ഉണ്ടാകുക. ഹല്ലേലൂയ. ചുമ്മാ ജീവൻ തരാനല്ല, in richness, in fullness, immense life. അതെ,
കവിഞ്ഞൊഴുകുന്ന നിറസാന്നിധ്യമായ ജീവന്റെ സമൃദ്ധി കൊണ്ട് നമ്മളെ നിറയ്ക്കുവാനായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. അവന്റെ ജീവൻ കൊണ്ട് നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്റെ നന്മകൾ ഓർക്കുവാൻ, നിന്റെ കൃപയിൽ നിലനിൽക്കുവാൻ, നിന്നിൽ വളരുവാൻ, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തെ നിന്റെ ജീവൻ കൊണ്ട് നിറച്ച് കൃപയാൽ വളർത്തുവാൻ തക്കവണ്ണം എന്നെ ഒരു ശക്തിയുടെ ഉപകരണമാക്കണമേ. ആഗ്രഹിക്കാം ഈ രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. വെറും ഒരു രോഗസൗഖ്യമല്ല നമുക്ക് ആവശ്യം. കർത്താവിന്റെ ശക്തി കൊണ്ട് ജ്വലിക്കുന്ന ബന്ധങ്ങളായി ഞാൻ മാറണം. അവന്റെ ശക്തിയാൽ നിറയുന്ന ഒരു അഭിഷേക ചൈതന്യമായി ഞാൻ മാറണം. എന്നെ കാണുന്നവർ കർത്താവിനെ കാണുന്ന ഒരു നിറസാന്നിധ്യമായി അവന്റെ ജീവൻ എന്നിൽ നിറഞ്ഞു കവിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ. ഇരുവശത്തേക്ക് മാറി എല്ലാവരും ഇടത്തോട്ടും പുറത്തോട്ടും മുൻപിലും പുറകിലുമൊക്കെ നാണിക്കാതെ സന്തോഷത്തോടെ ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. എന്റെ കണ്ണീർ തുടയ്ക്കുന്ന സ്നേഹമേ, എന്റെ ദുഃഖം മാറ്റിടും കാരുണ്യമേ. എന്റെ കണ്ണീർ തുടയ്ക്കുന്ന സ്നേഹമേ, എന്റെ ദുഃഖം മാറ്റിടും കാരുണ്യമേ. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. കർത്താവേ, അങ്ങയുടെ ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി മാറ്റി ചവിട്ടി എല്ലാവരും സമൂഹം മുഴുവൻ ഇളകട്ടെ. എല്ലാവരും ചലിക്കട്ടെ. സ്നേഹം, ശാന്തി, ക്ഷമയായി, ദയയായി എന്നിൽ വന്നിടൂ. വരണമേ. വരദാനങ്ങൾ ഞങ്ങളിലെന്നും കൃപയായി നൽകിടൂ. അങ്ങനെ ചലിച്ചുകൊണ്ട് സ്നേഹം, ശാന്തി, ക്ഷമയായി, ദയയായി എന്നിൽ വന്നിടൂ. വരദാനങ്ങൾ ഞങ്ങളിലെന്നും കൃപയായി നൽകിടൂ. എൻ സഹചരിൽ നിൻ മുഖം കാണാൻ എൻ മിഴികൾ തുറന്നിടുനാഥ. വാത്സല്യം അവരിൽ പകരാൻ നിന്റെ സ്നേഹമായി എന്നിൽ നിറയൂ. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ. ദൈവം നൽകിയിരിക്കുന്ന വിളി അതാണ്. എല്ലാവരോടും സുവിശേഷം അറിയിക്കുക. കർത്താവേ, എന്നെ അങ്ങയുടെ ഉപകരണമാക്കി മാറ്റണമേ. സുവിശേഷത്തിന്റെ ഉപകരണമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് നന്നായി കാര്യങ്ങളൊക്കെ മാറ്റി ചവിട്ടി. സാധിക്കുമെങ്കിൽ വട്ടത്തിൽ കറങ്ങിക്കണ്ട് എല്ലാവരും മുഴുവൻ നിൻ സാക്ഷ്യമേകാൻ എന്നെ അയച്ചിടൂ. ചുഴിയിൽ വീഴും മാനവർക്കായി ജീവൻ നൽകിടാം. ലോകം മുഴുവൻ നിൻ സാക്ഷ്യമേകാൻ എന്നെ അയച്ചിടൂ. ആ ചുഴി
പാലിക്കും ദൈവമേ